2001 സെപ്റ്റംബർ 11. തികച്ചും ഒരു സാധാരണ ദിവസമായിരുന്നു അന്ന്. അമേരിക്കയുടെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് AM-11 എന്ന ജെറ്റ് വിമാനത്തിൽ നിന്ന് ഒരു സന്ദേശമെത്തി. ആ ഫ്ലൈറ്റിലെ തന്നെ ഫ്ലൈറ്റ് അറ്റൻഡന്റ് തന്നെയായിരുന്നു അപ്പുറത്ത്. കോക്പിറ്റിൽ ആരും ഫോൺ എടുക്കുന്നില്ലെന്നായിരുന്നു സന്ദേശത്തിൽ. അത് ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് സംഭവിച്ചതെല്ലാം അതുവരെ ലോകം കണ്ട ഭയാനകമായ ഭീകരാക്രമണങ്ങളെക്കാൾ വലിയ ഒരു നേർസാക്ഷ്യമായിരുന്നു. അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടന അമേരിക്കയിൽ വിതച്ച വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. സെപ്റ്റംബർ 11 രാവിലെ 8:46 5 ഭീകരർ ചേർന്ന് ഹൈജാക്ക് ചെയ്ത അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 11 എന്ന വിമാനം ന്യൂയോർക്ക് സിറ്റിയിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിലെ 80ാം നിലയിലേക്ക് ഇടിച്ചിറക്കി. 110 നിലകളുള്ള കെട്ടിടമായിരുന്നു അത്. ഇത് ഒരു യാത്രാ വിമാനം നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ചതാകുമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം 9:03 സൗത്ത് ടവറിലെ 50ാം നിലയിലേക്കും ഹൈജാക്ക് ചെയ്യപ്പെട്ട മറ്റൊരു വിമാനം യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 175 ഇടിച്ചിറക്കി. US-ലെ ബോസ്റ്റണിലെ ലോഗൻ വിമാനത്താവളത്തിൽ നിന്ന് ലോസ് ആഞ്ചൽസിലേക്ക് പറന്നതായിരുന്നു ഈ 2 വിമാനവും. എന്നാൽ ആക്രമണം അവിടം കൊണ്ടും തീർന്നില്ല. വാഷിംഗ്ടണിലെ ഡയസ് വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 8:20 പറന്നുയർന്ന അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 77 എന്ന വിമാനവും ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അമേരിക്കയിലെ പെന്റഗണിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആ വിമാനവും ഇടിച്ചിറക്കി. എന്നാൽ 4ാമതും US-ലെ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 8:42 പറന്നുയർന്ന യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 93യും ഹൈജാക്ക് ചെയ്യപ്പെട്ടെങ്കിലും യാത്രക്കാരുടെ ഇടപെടലിൽ ആ ആക്രമണം തടയപ്പെട്ടു. എന്നിരുന്നാലും വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും ആ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. 10:03 പെൻസിൽവാനിയയിലെ ഒരു വയൽ പ്രദേശത്ത് ആ വിമാനം ഇടിച്ചിറക്കപ്പെട്ടു. ആ വിമാനം ലക്ഷ്യമിട്ടത് വൈറ്റ് ഹൗസിനെയോ ക്യാപിറ്റൽ ടവറിനെയോ ആയിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ഹൈജാക്ക് ചെയ്യപ്പെട്ട 4 വിമാനങ്ങളിലും ആഭ്യന്തര യാത്രയ്ക്ക് ആവശ്യമുള്ളതിലും ഏറെ ഇന്ധനമുണ്ടെന്ന് ഭീകരർക്ക് അറിയാമായിരുന്നു. പൂർണ്ണമായി ഇന്ധനം നിറച്ച ഒരു ബോയിങ് 767 അല്ലെങ്കിൽ 757 വിമാനം കെട്ടിടത്തിന്റെ വശത്തു നിന്ന് വന്നിടിച്ചാൽ ഏകദേശം 1 കിലോ ടൺ TNT പൊട്ടിത്തെറിച്ചാലുണ്ടാവുന്ന അത്ര ഊർജം സൃഷ്ടിക്കപ്പെടുമെന്ന് വിദഗ്ധർ പറയുന്നു. പറക്കുന്ന ഒരു രാക്ഷസ ബോംബായി വിമാനത്തെ ഉപയോഗിക്കാനുള്ള ഭീകരരുടെ ഈ നീക്കമാണ് വേൾഡ് ട്രേഡ് സെന്ററിന് നേരെയുണ്ടായത്. എല്ലാ ആക്രമണങ്ങളിലുമായി മരിച്ചത് 2997 പേരെന്നായിരുന്നു റിപ്പോർട്ടുകൾ. 75 US സൈനികർ വീരമൃത്യു വരിച്ചു. മരിച്ചവരിൽ 78 രാജ്യങ്ങളിലെ ജനങ്ങളുണ്ടായിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിലായിരുന്നു ഏറ്റവും അധികം മരണം, 2763 പേർ. 10,000-കണക്കിന് ആൾക്കാർക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റു. വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിലൂടെ മാത്രമുണ്ടായ നഷ്ടം $6,000 കോടി, ഏകദേശം 4.38 ലക്ഷം കോടി രൂപ. 5,475 കോടി രൂപയാണ് ഗ്രൗണ്ട് സീറോ എന്നറിയപ്പെടുന്ന വേൾഡ് ട്രേഡ് സെന്റർ നിലനിന്ന ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യാൻ ചെലവാക്കിയത്. ഇതിന് ഏകദേശം 8 മാസക്കാലവും സമയമെടുത്തു. എന്നിരുന്നാലും ഭീകരാക്രമണം ഉണ്ടാക്കിയ നാശനഷ്ട കണക്കുകളിൽ ഇന്നും അവ്യക്തതയുണ്ട്. 4 ഭീകരാക്രമണങ്ങളിലുമായി ഉൾപ്പെട്ടത് അൽ-ഖ്വയ്ദ പരിശീലിപ്പിച്ച 19 ഭീകരർ. വിമാനം ഇടിച്ചു കയറ്റിയ ഭീകരരിലെ 4 പൈലറ്റുമാരും പരിശീലനം നേടിയത് US-ലെ വിവിധ പരിശീലന സ്കൂളുകളിൽ നിന്ന്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിനും അന്ന് വഴിയൊരുക്കി. 9/11 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ആക്രമണത്തിന് പിന്നാലെയാണ് അഫ്ഗാനിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിന് അമേരിക്ക ആരംഭം കുറിച്ചത്. ഒസാമ ബിൻ ലാദന്റെ മരണം വരെ ആ പോരാട്ടം തുടരുകയും ചെയ്തു. ഈ ആക്രമണം നടന്ന് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക ഉസാമ ബിൻ ലാദനെ വധിച്ചു. ഒടുവിൽ അതിന് 10 വർഷങ്ങൾക്ക് ശേഷം 2021 US സൈന്യം പൂർണ്ണമായി അഫ്ഗാനിൽ നിന്നും പിന്മാറിയത്. എങ്കിലും അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം പോലെ ഈ ആക്രമണത്തിന്റെ ഓർമ്മകൾ ഇന്നും അവശേഷിക്കുന്നു. അമേരിക്കയിൽ സംഭവിച്ച വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ പറ്റി പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.